നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ അങ്ങനെ ആ പരമ്പര 4-1 സ്വന്തമാക്കി കഴിഞ്ഞു. സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു പരമ്പരയെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ പെർഫെക്റ്റ്ലി ലാൻഡ് ടു ദ വേൾഡ് കപ്പ് എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം എല്ലാ ആശങ്കകളും മാറ്റി നിർത്തപ്പെട്ട് ഒരു സമ്പൂർണ്ണ ടീമുമായി ഇന്ത്യ ലോകകപ്പിന് തയ്യാറെടുക്കുന്നു, കിരീടം നിലനിർത്താൻ. എനിക്കിപ്പം MSKയും ഉണ്ട്, ഹാരിസും ചേരുകയാണ്. MSK, നമുക്ക് പോസിറ്റീവിനെ തന്നെ ആദ്യം പറയാം. എന്തായാലും ഇന്ത്യൻ ടീമിന് ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഈ ടീമിനെ സജ്ജമാക്കും ഫൈനൽ 11 എന്നുള്ളത് സംഭവമായിരുന്നു. ഏതാണ്ട് ഈ പരമ്പരയോടുകൂടി അതിനൊരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും മനസ്സിലാക്കുന്നത്. എവിടെ ആര് കളിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഈ ടീം തന്നെ കളിക്കും. ഒരു പക്ഷേ ഇന്ന് ഗ്രീൻഫീൽഡിലെ നീലക്കടലിനെ സാക്ഷിയാക്കി എന്താണോ ഇന്ത്യ ചെയ്തത് അതായിരിക്കും ലോകകപ്പിലും ഇന്ത്യ ചെയ്യാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. നമ്മൾ ആ പേരെടുത്ത് പറയുന്നില്ല ഈ ഘട്ടത്തിൽ ആരൊഴിവാകും എന്നുള്ളത്. പക്ഷേ അതാണ് ഇന്ത്യ ഒരു കൃത്യമായിട്ടുള്ള ടീം ഇന്ത്യ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കുന്നു. ഈ ടീമായിരിക്കും ഇനി കളിക്കാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു നമ്മൾ കഴിഞ്ഞ പരമ്പരകളിൽ നോക്കുമ്പം ഇന്ത്യയുടെ ഓപ്പണർ എന്നുള്ള ലൈനിൽ ശുഭ്മാൻ ഗില്ലിനെ മാറ്റി സഞ്ജു സാംസണെ ഈ ലോകകപ്പിലേക്ക് തിരഞ്ഞെടുക്കുന്നു. സഞ്ജു നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു അഭിമാനമാണ്, വികാരമാണ്, എല്ലാമാണ്. സഞ്ജുവിന് ഈ 5 മത്സരത്തിലും ചാൻസ് നൽകി. അപ്പോൾ മാത്രമല്ല ഇന്നത്തെ കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. അതായത് സഞ്ജുവിന് രണ്ടാമത് ഫീൽഡ് ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷനാണ് വന്നത്. അപ്പം ലോകകപ്പിൽ സഞ്ജു ഫസ്റ്റ് ചോയ്സ് ആയിരിക്കില്ല, സെക്കൻഡ് ചോയ്സ് ആയിരിക്കും എന്നുള്ള കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് സെലക്ടർമാരുടെ അടുത്ത് നിന്ന് വന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ പരമ്പര നോക്കുമ്പോൾ നമ്മുടെ ടീമിലെ ഏറ്റവും വീക്കസ്റ്റ് കണ്ണി എന്ന രീതിയിൽ തന്നെയാണ് സഞ്ജു ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സഞ്ജു ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ടോസിൻ്റെ സമയത്ത് പോലും സൂര്യകുമാർ യാദവ് ഡോണ്ട് വറി ട്രിവാൻഡ്രം, സഞ്ജു വിൽ പ്ലേ ടുഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രചോദനമൊക്കെ കൊടുത്തു. സഞ്ജുവിൻ്റെ നാടാണ്. എനിക്ക് കഴിഞ്ഞ സൂര്യകുമാർ തന്നെ നമുക്കറിയാം ക്യാപ്റ്റൻ്റെ നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിൽ ഇവരുടെ പിന്തുണ കൃത്യമായിട്ടുണ്ടോ എന്ന രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു. മോണെ മോർക്കലിൻ്റെ ഒരു പ്രസ്താവന മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ്റെയും കോച്ചിൻ്റെയും ഒക്കെ പിന്തുണ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അതല്ല എന്ന രീതിയിൽ സൂര്യകുമാർ ഇപ്പം സഞ്ജു വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വഴിമാറു ആ ലൈനിൽ സഞ്ജുവിന് അത്രയും അതായത് സഞ്ജുവിൻ്റെ നാട്ടിൽ, ചേട്ടൻ്റെ നാട്ടിൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജയേഷ് പൂക്കൂട്ടർ നമ്മുടെ കൂടെയില്ല. ജയേഷ് പൂരി സഞ്ജുവിനെ കാണാൻ വേണ്ടി, കളി കാണാൻ വേണ്ടിയിട്ട് അവിടെ ആണ്. അപ്പം കൃത്യമായിട്ടും സ്വന്തം നാട്ടിൽ അത്രയും നല്ല സപ്പോർട്ടുണ്ട്, അത്രയും നല്ല രീതിയിൽ കളിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജു ഇന്നും നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. സഞ്ജുവിന് ടെക്നിക്കൽ പ്രോബ്ലംസ് തന്നെയാണ് ഇന്നും നേളിച്ചു നിന്നത്. അപ്പം സെലക്ടർമാർ അത് കൃത്യമായിട്ട് തന്നെ അവരുടെ ഒരു പ്ലേയിങ് 11 സജ്ജമായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇഷാൻ അത് നമുക്കൊരു ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരു രണ്ടാമതൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ഇഷാൻ കിഷാനെ പോലെ ഗ്രാബ് ചെയ്യുക എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. അതൊരു സെക്കൻഡ് ചാൻസ് അദ്ദേഹത്തിന് ലഭിച്ചു. നമുക്കറിയാം ഇഷാൻ കരിയറിൽ ഡബിൾ സെഞ്ചുറിയൊക്കെ, ഏകദിനത്തിലെ ഏറ്റവും വേഗമേറിയ ഡബിൾ സെഞ്ചുറിയൊക്കെ നേടി നിൽക്കുന്ന സമയത്ത് കരാർ പ്രശ്നത്തിൻ്റെ പുറത്ത് അദ്ദേഹം ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. അച്ചടക്കത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. അതിനുശേഷം ഏതാണ്ട് 2 വർഷത്തോളം അദ്ദേഹം ഈ സെലക്ടർമാരുടെ റഡാറിലേ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഫോം ഔട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു. പിന്നെ അദ്ദേഹം ബാക്ക് ടു ഡൊമസ്റ്റിക്കിൽ വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. IPL പോലും ഇഷാൻ ആ സമയത്ത് ഫോം ഔട്ടായിരുന്നു. ഡൊമസ്റ്റിക്കിലേക്ക് എത്തി അദ്ദേഹം കൃത്യമായിട്ട് ഫോം തെളിയിക്കുന്ന രൂപത്തിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തുന്നു. ഇതിൽ തന്നെ നമുക്കറിയാം ഇഷാൻ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു. ഇഷാനെ ഈ ടീമിലേക്ക് എടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് പ്രഗ്യാൻ ഓജയാണ്, അതിനൊപ്പം തന്നെ RP സിംഗ് ആണ്. കാരണം അവർ ആ ഫൈനൽ മത്സരം കാണാൻ വേണ്ടി അവർ പോയി. അല്ലെങ്കിൽ അദ്ദേഹം ടീമിൽ ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ശുഭ്മാൻ ഗില്ലിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിരിക്കണം ഒരുപക്ഷെ ആ സമയത്ത് സെലക്ടർമാരുടെ തീരുമാനം. പക്ഷേ ഈ 2 സെലക്ടർമാർ ഇവർ ഈ സമയത്ത് കൈയടി അർഹിക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ടും ഇഷാനെ പിക്ക് ചെയ്തു, ഈ ടീമിലേക്ക് എത്തി, ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് എത്തി. ഈ കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഡെലിവർ ചെയ്തു. അപ്പം തന്നെ സെലക്ടർമാർ അവർ കൃത്യമായിട്ട് ലോകകപ്പിനേക്കുള്ള ടീമിൽ സഞ്ജുവിന് വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ കൊടുത്തിട്ടില്ല. അപ്പോൾ വിക്കറ്റ് കീപ്പർ എന്ന രീതിയിലും സഞ്ജു താഴെപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. അത് ഈ ടീം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഹാരിസ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇഷാൻ വന്നാൽ എന്താണ് സഞ്ജുവിൻ്റെ ഭാവി, ഇഷാനെ എന്തിനു കൊണ്ടുവന്നു, ഒരു വിക്കറ്റ് കീപ്പർ ഓപ്പണർ വന്നു എന്നുള്ളത് തന്നെ ചർച്ചയായ കാര്യമാണ്. നമുക്ക് നോക്കാം, ഈ ടീമിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെറ്റാണ്. ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഇഷാനെ വേണമെങ്കിൽ പരിഗണിക്കാം. അഭിഷേക് വർമ്മ അവിടെ ഉണ്ട്. തിലക് വർമ്മ വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. തുടർന്ന് ഈ പരമ്പരയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ തിരിച്ചുവരവാണ്. കൃത്യമായിട്ടുള്ള സമയത്ത് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. പിന്നെ ഈ ടീമിന് കിട്ടുന്ന ഒരു ബാലൻസ്, ഹാർദിക് പാണ്ഡ്യയും അദ്ദേഹത്തിനൊപ്പം ഫിനിഷറായിട്ട് റിങ്കു സിംഗ് കൂടി വന്നതോടുകൂടി ആ ഏരിയയിലുള്ള ഒരു പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. അതിനുശേഷം 2 സ്പിന്നർമാർ, അക്സർ പട്ടേലും വരുന്നു, ഓൾറൗണ്ടറായിട്ട് വരുന്നു. പിന്നെ വരുൺ ചക്രവർത്തിയുണ്ട്.
ഏറ്റവും ഒടുവിൽ ബുംറയും അർഷദീപും കൂടി ചേർന്ന ഒരു ടീം, ഒരു പെർഫെക്റ്റ് ടീം തന്നെ അവിടെ വരുന്നു. സാധ്യതകൾ ഇത് തന്നെയാണ് എന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. ഈ ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങോട്ടാണ് ഈ ടീമിൻ്റെ മുന്നോട്ടുള്ള പോക്ക്? തീർച്ചയായും. പിന്നെ ഈ ന്യൂസിലാൻഡിനെതിരെ ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ആദികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദികളിലൊന്ന് നമ്മുടെ മിഡിൽ ഓർഡറിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവിൻ്റെ ഈ ഫോം വലിയ ചർച്ചയായിരുന്നല്ലോ മുമ്പൊക്കെ. അദ്ദേഹം ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ് എന്ന് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സീരീസിൽ അദ്ദേഹം പിന്നെ 3 അർദ്ധ സെഞ്ചുറികളാണ് അടിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളാകെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹം അടിച്ച കളികളിലൊക്കെ വളരെ സൂക്ഷ്മമായി തുടങ്ങുന്നു. പിന്നെ അദ്ദേഹം ഔട്ടായി മടങ്ങുന്ന സമയത്ത് ഇന്നത്തെ മത്സരത്തിൽ ഒരു 10 ബോളിൽ 15 എന്ന സ്ഥിതിയിൽ നിന്ന് അദ്ദേഹം 30 ബോളിൽ 60 റൺസുമായി മടങ്ങുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് ഓപ്പണർമാർ തിളങ്ങുന്നു, പക്ഷേ ഏഷ്യ കപ്പിലൊക്കെ നമ്മളിത് അഭിമുഖീകരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഓപ്പണർമാർ നൽകുന്ന തുടക്കം മുതലാക്കാൻ പിന്നീട് വരുന്ന ബാറ്റർമാർക്ക് കഴിയുന്നില്ല. പിന്നെ ഒരു ഫിനിഷർ റോളിൽ ആ സമയത്ത് റിങ്കു സിംഗ് ടീമിൽ ഉണ്ടായിരിക്കെ തന്നെ ഏഷ്യ കപ്പിൽ അവസരം ലഭിച്ചിരുന്നില്ല. ഫൈനലിലാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. അതിലാണെങ്കിൽ അദ്ദേഹം കിട്ടിയ ബോൾ 4 അടിച്ച് കളി ജയിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള. പക്ഷേ റിങ്കു സിംഗിനെ നമ്മൾ ഇവിടെ പരീക്ഷിക്കുന്നു. റിങ്കു സിംഗിനെ നമ്മൾ ടീമിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഗൗതം ഗംഭീർ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവസരം കൊടുക്കുക എന്നുള്ള ചിന്തകൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് നമ്മളൊരു ഫിനിഷർ റോളിൽ ഇതുവരെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും ഒക്കെയുള്ള ഒരു 11 നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ സീരീസിലേക്ക് വരുന്ന സമയത്ത് ഓപ്പണർമാർ 2 തവണ അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്കായി പോയിട്ടുണ്ട് 2 മത്സരത്തിൽ. സഞ്ജു എല്ലാ മത്സരത്തിലും പരാജയപ്പെടുന്നു. അപ്പോൾ ഓപ്പണർമാർ പിഴച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതുവരെ നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് ഓപ്പണർമാർ നന്നായി ഡെലിവർ ചെയ്യുന്നു. സൂര്യകുമാർ യാദവ് മുതൽ ബാക്കിയുള്ള ആളുകളുടെ ഫോമിനെ കുറിച്ചായിരുന്നു ആദ്യം എന്നുണ്ടെങ്കിൽ, ഓപ്പണർമാർ ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിലും പിന്നീട് വരുന്ന ആളുകളുടെയൊക്കെ ഫോം ഈ സീരീസിൽ നമ്മൾ കാണുന്നു എന്നുള്ളത്. അത് റിങ്കു സിംഗ് വരെ ഇപ്പോൾ തിലക് വർമ്മ തിരിച്ചു വരുന്നു. തിലക് വർമ്മ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇഷാ കിഷന് ഈ സീരീസിൽ അവസരം കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. തിലക് വർമ്മ ഒരു ഘട്ടത്തിൽ പരിക്ക് പറ്റി അദ്ദേഹം പുറത്തു പോയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇഷാ കിഷൻ പിന്നെ ബെഞ്ചിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ കിട്ടിയ അവസരം കൃത്യമായി മുതൽ ഇപ്പോൾ ഒരു പ്രാപഞ്ചിക തത്വമാണല്ലോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവർ അതിജയിക്കും. 43 പന്തിൽ 103 റൺസ്, അതിൽ 10 സിക്സറുകൾ. എന്ന് മാത്രമല്ല അദ്ദേഹം സ്പിന്നർമാരെന്ന് പ്രഹരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. ഇപ്പോൾ ഇഷോദിയെ 29 റൺസ് അടിച്ചിട്ടാണ് ആ ഓവറിലാണ് 50 തയ്ക്കുന്നത്. പിന്നെ സാന്നറെ 10-20 റൺസിന് മുകളിൽ അടിച്ചിട്ടാണ് ആ ഓവറിൽ അദ്ദേഹം പിന്നെ 2 സ്പിന്നർമാരെ തകർത്തടിച്ചതിന് ശേഷമാണ് അദ്ദേഹം 50യും സെഞ്ചുറിയും തയ്ക്കുന്നത്. ഇന്ത്യയെ എല്ലാ കാലത്തും വെല്ലുവിളിച്ചിട്ടുള്ള 2 ബോളർമാരാണ് ഇഷോദിയും ന്യൂസിലാൻഡ് നിരയിലെ ഈ കഴിഞ്ഞ മത്സരത്തിൽ വിഷോദിയെ അദ്ദേഹം പ്രഹരിക്കുന്നു. അതെ, കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസന്റെ വിക്കറ്റ് എടുത്ത് സാന്നർ ആ വിക്കറ്റിന് ശേഷം അദ്ദേഹം ഒരു ഭയങ്കര കോൺഫിഡൻസിൽ അദ്ദേഹം നടത്തിയൊരു സെലിബ്രേഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഴിച്ച കുഴിയിലേക്ക് വലിച്ചിടുകയായിരുന്നു. സഞ്ജു എങ്ങനെയാണ് ഔട്ടാവുന്നത്, സഞ്ജു ഏത് കുഴിയിലാണ് ഇത്രയും കാലം വീണുകൊണ്ടിരുന്നത്, അതിൽ തന്നെ അദ്ദേഹം ആവർത്തിച്ച് വീഴും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് സാന്നർ അതേ കുഴി കുടിക്കുന്നു. അപ്പോൾ സഞ്ജുവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നല്ലോ. ഇന്നത്തെ മത്സരത്തിലും ആ സഞ്ജു ഔട്ടായി മടങ്ങുന്ന സമയത്ത് കമന്ററി ബോക്സിൽ നിന്ന് ഇയാൻ സ്മിത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് നിർത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. അദ്ദേഹം അടിച്ച ആ 4 പോലും ഔട്ട് സൈഡ് പിന്നെ എങ്ങനെയോ പോയതാണ്. ആ പൊസിഷനിൽ ഫീൽഡറില്ലാത്തത് കൊണ്ട് മാത്രം അത് ക്യാച്ച് ആവാതെ പോയതാണ്. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പരമ്പര തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് പറയുന്നുണ്ട്. സഞ്ജുവിൻ്റെ സുപ്രധാന പ്രശ്നങ്ങളൊന്നും ഈ മത്സരം ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ആയിരുന്നില്ല എങ്കിൽ ഈ ടീമിൽ സഞ്ജു കളിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം കഴിഞ്ഞ ആദ്യ പരമ്പര നേടിക്കഴിഞ്ഞ ശേഷം ഇന്ത്യൻ ടീം നടത്തിയ ഒരു ചൂതാട്ടം എന്ന് പറയുന്നത് ഈ ടീമിനെ ഒന്ന് പൊളിച്ച് പരീക്ഷിച്ച് നോക്കുകയാണ്. ഇഷാൻ കിഷന് പരിക്ക് വരുന്ന അവസരത്തിൽ അർഷ്ദീപാണ് പകരം ടീമിലെത്തി. അത് വലിയ വിമർശനത്തിൻ്റെ ആക്കുകയും ചെയ്തിരുന്നു. പകരം ആര് എന്നുള്ളൊരു ബാറ്റ്സ്മാനെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നില്ല എന്നുള്ള ചോദ്യം എന്തുകൊണ്ടിട്ടില്ല. അവിടെ ഒരു പരീക്ഷണം നടത്തി 50 റൺസിൻ്റെ തോൽവി വഴങ്ങുകയും ചെയ്തു. അതോടുകൂടി ടീം സെറ്റായി. ഇന്ന് ഇവിടെ അതാണ്, ഇന്ന് തിരുവനന്തപുരത്ത് ആയിരുന്നില്ല കളിയെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഞ്ജുവിൻ്റെ ടെക്നിക്കിനെ കുറിച്ചിട്ടുള്ള വിമർശനം ഇത് നിരന്തരം അദ്ദേഹം പിന്നെ നെറ്റ്സിൽ തിരുവനന്തപുരത്ത് കളിക്കും മുമ്പും നെറ്റ്സിൽ നന്നായി അദ്ദേഹം സമയം ചെലവഴിക്കുന്നത് നമ്മൾ കണ്ടു. സുനിൽ ഗവാസ്കർ കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ പറയുന്നുണ്ട് സാന്നർക്കെതിരെ അദ്ദേഹം വിക്കറ്റ് നൽകി മടങ്ങുന്ന സമയത്ത് ലെഗ് സൈഡിലേക്ക് കുറച്ചിങ്ങനെ ഇറങ്ങിയിട്ട് ഓഫ് സൈഡിൽ സ്പേസ് ഉണ്ടാക്കുന്ന സമയത്ത് 3 സ്റ്റെമ്പും ഇങ്ങനെ തുറന്നിട്ട് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഒരു ഫുട്ട് മൂവ്മെന്റ് ഇല്ല, ബാക്ക് ഫുട്ടിൽ തന്നെ അതെ നിരന്തരം ഒരേ പിഴവ് ആവർത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്കിനി ന്യായീകരിക്കാൻ എന്താ. 48 അന്താരാഷ്ട്ര മത്സരങ്ങൾ, ഇന്നത്തെ 49ാമത്തെ മത്സരമായിരുന്നു, T20 മത്സരമായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ സഞ്ജുവിന് അവസരം നൽകിയിട്ടില്ല എന്നുള്ളൊരു ചൊല്ലിന് യാതൊരു അർത്ഥമില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അവസരം ഒരു പ്രതികരണവും അത് തന്നെയാണ്. അതായത് സഞ്ജുവിനെ എക്കാലത്തും പിന്തുണച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് ഇത്
അതിൽ രസകരമായിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്. സ്വന്തം നാട്ടിൽ അന്താരാഷ്ട്ര മത്സരം കളിച്ച് ക്രിക്കറ്റ് അവസാനിപ്പിച്ച ഇതിഹാസ താരം സച്ചിൻ്റെ പോലെ സ്വന്തം നാട്ടിൽ മത്സരം അവസാനിപ്പിക്കാൻ സഞ്ജുവിനും ഭാഗ്യം ലഭിച്ചു എന്നുള്ള ഒരു കമൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ മത്സരത്തോടു കൂടി ഈ പരമ്പരയിൽ ഒന്നടങ്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ ഈ കഴിഞ്ഞ ആത്മവിശ്വാസം ഇല്ലായ്മയിലൂടെ ഒക്കെ ബോധ്യമാകുന്നൊരു കാര്യം അത് തന്നെയാണ്. കഴിഞ്ഞ തവണ വാട്ടർ ബോയ് ആയിട്ട് ലോകകപ്പ് ടീമിലുണ്ടായിരുന്നു, ഇത്തവണയും അത് തന്നെയായിരിക്കുമോ സ്ഥാനം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാരണം, ഈ പരമ്പര മുന്നോട്ട് വെച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്താണ്, ഫിയർലെസ് ക്രിക്കറ്റ് എന്നുള്ള കാര്യം അടിവരെ ഇടുകയാണ്. അതായത് നേരത്തെ പറഞ്ഞ ആ ഗോൾഡൻ ഡക്ക്, അഭിഷേക് ആ ഗോൾഡൻ ഡക്ക് തന്നെ അതിനുള്ള സൂചനയാണോ? എങ്ങനെയും കളിക്കാം, ബാക്കിയുള്ളവർ കളിച്ചോളും, ആ തുടക്കം എത്രമാത്രം വിക്കറ്റ് പോയാലും പ്രശ്നമില്ല, അത്തരം ഒരു കോൺഫിഡൻസിലേക്ക് ടീം വന്നിരിക്കുന്നു. അതാണോ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഈ പരമ്പരയിൽ? തീർച്ചയായിട്ടും ഫിയർലെസ് ക്രിക്കറ്റ് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ്. അഭിഷേക് ശർമ്മ അതും ഗോൾഡൻ ഡക്കാണ്. അപ്പോൾ അതായത് അദ്ദേഹം ഒരു ബോൾ പോലും ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമിച്ചത് ഫസ്റ്റ് ബോൾ തന്നെ അടിച്ച് അതും സ്റ്റെപ്പ് ഔട്ട് ചെയ്യാണ്. അപ്പം ഫിയർലെസ് ക്രിക്കറ്റിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡേഴ്സായിട്ട് ഇന്ത്യൻ ടീം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പം ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ വേഴ്സസ് ഓസ്ട്രേലിയ T20 പരമ്പര നടക്കുന്നുണ്ട്. 2018 ശേഷം ആദ്യമായിട്ട് പാകിസ്ഥാൻ ഓസ്ട്രേലിയയെ പരമ്പര തോൽപ്പിച്ചു എന്നുള്ള വാർത്ത കൂടിയുണ്ട്. ഓസ്ട്രേലിയ ഇതേപോലെ ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കുന്നവരാണ് എന്ന് നമ്മൾ കരുതി, പക്ഷേ പാകിസ്ഥാനിൽ ഓസ്ട്രേലിയ തകർന്ന് അടിയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായതിനു ശേഷം ഒരു പരമ്പര പോലും, ഒരു T20 പരമ്പര പോലും ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടുന്ന് T20 പരമ്പര നേടിയിട്ടുണ്ട്. അപ്പം ഫിയർലെസ് ക്രിക്കറ്റ് എന്നുള്ളത് ഓസ്ട്രേലിയയേക്കാൾ ഒരുപടി മുന്നിൽ ഇന്ത്യ കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ ഒരു സീരീസിൽ നമ്മൾ കണ്ടത്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പണർമാർ രണ്ടുപേരും പുറത്തായ ഘട്ടത്തിൽ പോലും പവർ പ്ലേയിൽ നമ്മൾ 60 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത മത്സരങ്ങൾ ഈ സീരീസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഓപ്പണർമാർ ഇതുവരെ നമുക്ക് ആശങ്കകളൊന്നാണ്. ഇപ്പോൾ ഇഷാൻ കിഷൻ വരുന്നതോടുകൂടി ടീമിൻ്റെ പിന്നെ മൊത്തത്തിൽ ഒരു ഇതന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സീരീസിൽ തുടക്കത്തിൽ മിച്ചൽ സാൻഡർ കളിക്ക് ശേഷം തോറ്റതിന് ശേഷം പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ 300 അടിച്ചാലും നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ്. ഈ സീരീസിൽ 2 കളിയിൽ 270 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. T20 ലോകകപ്പ് വരുന്ന സമയത്ത് USA-ക്കെതിരും നമീബിയക്കെതിരെ ഉണ്ട് ആദ്യത്തെ 2 മത്സരങ്ങൾ. ചിലപ്പോൾ നമ്മൾ 300 കടക്കുമോ എന്ന്, അതായത് ന്യൂസിലാൻഡിനെതിരെയൊക്കെ നമ്മൾ 10ഉം 270 സ്കോർ ചെയ്യുന്ന സമയത്ത് T20 ക്രിക്കറ്റിലെ ആ വലിയ നാഴികക്കല്ലിൽ നമ്മൾ തൊടാനുള്ള സാധ്യതകൾ ഏറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പറയേണ്ടത് ബോളർമാരുടെ പ്രകടനം എന്ന് എടുത്തു പറഞ്ഞാൽ നമുക്ക് മതിയാവും. പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറ ഇന്ന് പരാജയപ്പെട്ടു പോയൊരു ദിവസമാണ്. 3ാമത്തെ ഓവറൊക്കെ കഴിയുന്ന സമയത്ത് 15 എക്കോണമിയിലാണ്. പിന്നെ അതെ 4ാമത്തെ T20 മത്സരം കളിക്കുന്ന ബെവോൺ ജേക്കബ്സ് ഓരോ ഓവറിൽ 3 6 ഒക്കെ അടിക്കുന്നത്. അതേസമയം അവിടെ അർഷദീപ് സിംഗും റൺസ് വിട്ടു കൊടുക്കുന്നുണ്ട്. പക്ഷേ റൺസ് വിട്ടു കൊടുക്കുന്ന സമയത്തും അദ്ദേഹം നിർണായകമായ വിക്കറ്റുകൾ എടുക്കുന്നു. ഒരു 10 ഓവർ കഴിയുമ്പോൾ ന്യൂസിലാൻഡ് 130. ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു ബൗളറും കളിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മത്സരമാണ്. അങ്ങനെ ഒരു പിച്ചിലാണ് ഇന്നത്തെ മത്സരം നടത്തുന്നത്. കാരണം വരുന്നവനും പോകുന്നവനൊക്കെ കളിക്കുന്നു, ബൗണ്ടറികൾ തുടരെ വരുന്നു. ബൗളർക്ക് ഒരു റോൾ ഇല്ലാത്തൊരു മത്സരം. അത്തരത്തിൽ വടകരയുടെ മണ്ണിലാണ് കളിയാണെന്ന് ശ്രദ്ധേയമാണ്. വടകരയിൽ നിന്ന് കൊണ്ടുവന്ന കളിമണ്ണ് വെച്ചിട്ടാണ് ആ പിച്ച് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വടകരയുടെ മണ്ണിൽ നടന്ന കളിയാണിത്. അമ്മാതിരി റൺസാണ് അവിടെ പിറന്നു വീഴുന്നത്. 10 ഓവറിൽ 130 റൺസിന് മുകളിൽ സ്കോർ വന്ന സമയത്ത് സ്വാഭാവികം നമ്മൾ തോൽക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ 11-12 ഓവറുകൾ കളി തിരിക്കുന്നു. അക്സർ പട്ടേൽ ഒരു വിക്കറ്റ് എടുക്കുന്നു. അടുത്ത ഓവറിൽ ഹർഷദീപ് സിംഗ് വന്ന് 2 വിക്കറ്റുകളാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഹർഷദീപ് സിംഗ് അടികൊള്ളുന്ന സമയത്തും അദ്ദേഹം ബോളിന്റെ വേരിയേഷൻസ് മാറ്റുന്നു, നക്കിൾ ബോളുകൾ എറിയുന്നു, സ്ലോവറുകൾ എറിയുന്നു. എന്നിട്ട് അദ്ദേഹം വിക്കറ്റ് നേടുന്നത് പല കൂടി നമ്മൾ കണ്ടു. മറ്റൊന്ന് കുൽദീപ് യാദവിനെ കുറിച്ച് ഈ സീരീസിൽ മൊത്തം നമ്മൾ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ കുൽദീപ് യാദവിനെ നമ്മൾ വരുൺ ചക്രവർത്തിയോ കുൽദീപ് യാദവോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് ഈ മത്സരത്തോടു കൂടി വരുൺ ചക്രവർത്തിയിലേക്ക് നമ്മൾ എത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, വരുൺ ചക്രവർത്തി ട്രോഫി തുടങ്ങി ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ശരിയാണ്. പക്ഷെ കുൽദീപ് യാദവ് ഈ സീരീസിൽ ഔട്ട് ഓഫ് ഫോം ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ന്യൂസിലാൻഡ് അപ്പോൾ പല മത്സരങ്ങളിൽ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പ്രഹരിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്പിന്നർമാരെ മുഴുവൻ, പ്രത്യേകിച്ച് ഹർഷിത് റാണയുടെ സ്ലോട്ടുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യങ്ങൾ വരും സ്വാഭാവികമായിട്ടും. അക്സർ പട്ടേൽ അവസാന മത്സരത്തിൽ അവസരം കിട്ടുന്നു, അദ്ദേഹം നന്നായി ഡെലിവർ ചെയ്യുന്നു, 3 വിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾറൗണ്ടർ ഓപ്ഷനിലേക്ക് പോകാൻ സ്വാഭാവികം വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും വരാനുള്ള സാധ്യതകൾ ഏറുന്നു എന്നുള്ളതാണ്. ഹർഷദീപ് സിംഗിന്റെ ഫോമിനെ കുറിച്ച് നമുക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. 5 വിക്കറ്റുകൾ എന്നൊക്കെ T20 54 റൺസ് വഴങ്ങിയതിന്റെ കാരണം നേരത്തെ പറഞ്ഞ ബാറ്റിംഗ് പിച്ചായി എന്നുള്ളത്. ഇതിൻ്റെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ടെമ്പ ബൗമയുടെ ഒരു അഭിമുഖം വായിക്കുകയായിരുന്നു. അദ്ദേഹം അതിൽ ഇന്ത്യ അവരോട് സ്വന്തം നാട്ടിൽ തോറ്റതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന റെഡ് ബോൾ ക്രിക്കറ്റിനെ മാറ്റി നിർത്തൂ, വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം മറ്റൊരു മത്സ്യം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവരെ പിടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആ തരത്തിലാണ് പറയുന്നത്. അതായത് അവിടെ ഈ ടീം ഇറങ്ങിക്കഴിഞ്ഞാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിലവിൽ ഇന്ത്യയെ ബീറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ടീമുമില്ല. ശരിയാണ്. നേരത്തെ നമ്മൾ പരമ്പരകളുടെ കാര്യം പറഞ്ഞു. ഒന്ന് കണക്കെടുത്ത് നോക്കുമ്പോൾ അവസാന 10 പരമ്പരകൾ T20 പരമ്പരകൾ ഇന്ത്യ തോറ്റിട്ടില്ല. 2020 ലോകകപ്പിന് ശേഷം ഇതുവരെ തോറ്റിട്ടില്ല. അതിന് മുമ്പും 2023 വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഇന്ത്യ അവസാനം ഒരു പരമ്പര തോറ്റിട്ടുള്ളത്. അതിനുശേഷം നടന്ന ഒരു മത്സരങ്ങളിൽ
ബംഗ്ലാദേശിന് മറ്റോ ഒരു സമനില പരമ്പരയാകുന്നുണ്ട്. ബാക്കി ഇതിനിടയിൽ ഇന്ത്യ ലോകകപ്പ് ജയിക്കുന്നുണ്ട്, ഏഷ്യ കപ്പ് ജയിക്കുന്നുണ്ട്, ഓസ്ട്രേലിയ തോൽപ്പിക്കുന്നു, ഇംഗ്ലണ്ട് തോൽപ്പിക്കുന്നു, ന്യൂസിലൻഡ് തോൽപ്പിക്കുന്നു, ദക്ഷിണാഫ്രിക്ക തോൽപ്പിക്കുന്നു. മാത്രമല്ല അവിടെ ക്രിക്കറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്ന ഏകദിനത്തിലുണ്ടോ എന്നൊരു ചോദ്യം കിടപ്പുണ്ട്. അല്ല, ഏകദിനത്തിലുണ്ട്. അതും ബാബു എടുത്തു പറയുന്നുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ടീം ആകെ മാറുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യ ഇപ്പോൾ ഈ പരമ്പരയോട് കൂടി തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേഡിയത്തിൽ കളിച്ചു കഴിഞ്ഞു. ഇത്രത്തോളം തയ്യാറെടുപ്പ് ഈ 20 ലോകകപ്പിന് കിട്ടുന്ന ഒരു ടീം മറ്റൊരു ടീമും ഇല്ല എന്ന് തോന്നുന്നു. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ്? കിരീടം നിലനിർത്താൻ തന്നെയാണോ പോകുന്നത്? തീർച്ചയായിട്ടും കിരീടം നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സഞ്ജു സാംസൺ, നമ്മൾ വേറൊരു ചരിത്രം കൂടി ഇവിടെ നോക്കേണ്ടതുണ്ട്. 1983 ലോകകപ്പ് ഇന്ത്യ നേടിയപ്പോൾ അവിടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു, സുനിൽ വത്സൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം നോൺ പ്ലേയിങ് ലെവലിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല, പക്ഷേ അദ്ദേഹം ആ ലോകകപ്പിൻ്റെ പാർട്ടായിരുന്നു. ഇനി സഞ്ജുവിന് അവസരം ഇല്ലെങ്കിൽ കൂടി ഇപ്പം 2011 ലോകകപ്പിൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നു, 2007 ശ്രീശാന്ത് ഉണ്ടായിരുന്നു. ആ രണ്ട് മലയാളി സാന്നിധ്യമുണ്ട്. അതുപോലെ കഴിഞ്ഞ T20 ലോകകപ്പിലും സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിൽ അവസരം കിട്ടിയില്ലെങ്കിലും ടീമിലുണ്ടായിരുന്നു. ഇനി ഈ വരുന്ന ലോകകപ്പിൽ ഓൾറെഡി ഈ സീരീസിന് മുമ്പേ ഈ ടീമിനെ പ്രഖ്യാപിച്ചത് കൊണ്ട് ഓൾറെഡി സഞ്ജു സാംസൺ അവിടെ ഉണ്ട്. പിന്നെ നേരത്തെ ആരോ സഞ്ജുവിൻ്റെ അവസാനമായിരിക്കും എന്ന് ട്വീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ടീമിലുണ്ടാവും. അല്ല, പക്ഷേ ഒരാളെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം അല്ല, അതിന് ഞാൻ ഒന്നുകൂടി അത് രസകരമായിട്ടൊരു സെർച്ച് ചെയ്ത് നോക്കിയാണ്. ഇത്തരത്തിൽ ഇത്രമാത്രം ഫെയിലുവറായിട്ടും, തുടക്കത്തിൽ ഫെയിലുവറായിട്ടും, അവസരങ്ങൾ ലഭിച്ചിട്ടും, തുടക്കം പാളിപ്പോയിട്ടും പിന്നീട് കയറി വന്ന താരങ്ങളുടെ ഒരു പട്ടിക ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കി. ഒന്നാമത് വരുന്ന മർവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആദ്യ 6 ഇന്നിങ്സുകൾ അദ്ദേഹത്തിന്റെ സ്കോർ എന്ന് പറയുന്നത് 5 ഡക്കും 5 പൂജ്യവും ഒരു സിംഗിൾ റണ്ണാണ്. അദ്ദേഹം പിന്നീട് 5000-ൽ പരം റൺസും 16-ലേറെ സെഞ്ചുറികൾ നേടുന്ന ഒരു ഐക്കോണിക് താരമായി മാറി ലങ്കയിൽ. തീർച്ചയായിട്ടും. പിന്നീട് എടുത്തു പറയുന്ന ഒരു കാര്യം രോഹിത് ശർമ്മയുടെ കാര്യമാണ്. അദ്ദേഹവും ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യം പരാജയപ്പെട്ട് പിന്നീട് അദ്ദേഹം കയറി വന്നൊരു താരമാണ്. പിന്നെ പറയുന്നത് സ്റ്റീവ് സ്മിത്തിൻ്റെ കാര്യമാണ്. അദ്ദേഹം 22 മത്സരങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ സെഞ്ചുറി പിറക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ. അങ്ങനെ വരുമ്പോൾ ആ പട്ടികയിൽ 6ാമത്തെ പേരെന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ്. അദ്ദേഹത്തിന് ഇത്രമാത്രം അവസരം, അതായത് ലോക ക്രിക്കറ്റിൽ അദ്ദേഹം അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. മറ്റൊരർത്ഥത്തിൽ ഇത്രമാത്രം അവസരങ്ങൾ ലഭിച്ചിട്ടും ഇങ്ങനെ പരാജയമാകുന്ന ഒരു താരം എന്നുള്ളതിലേക്ക്. പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴും പോസിറ്റീവായിട്ട് നൽകുന്നത് ഈ ടീം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 48 മത്സരങ്ങളുടെ T20 മത്സരങ്ങളുടെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള താരമാണ്. അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ടീം ഒപ്പമുണ്ടെങ്കിൽ. ഈ സഞ്ജുവിനെ പിന്തുണച്ചിട്ടില്ല, ടീം ഒഴിവാക്കിയെന്ന് ഇനി ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. കാരണം മാത്രമേ നോക്കുള്ളൂ. അതെ, സഞ്ജുവാണ് 3 സെഞ്ചുറികൾ ഏതാണ്ട് തുടർച്ചയായിട്ട് അടിച്ചത്. അതെ, പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ നൽകിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ പരമ്പര തന്നെ ആയാൽ പോലും, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്ന ആ ഒരു ഘട്ടത്തിലുള്ള ടീം അർപ്പിച്ച, ക്യാപ്റ്റനും കോച്ചും അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട്, നീ ഓപ്പണായിട്ട് ഇത്ര മത്സരം കളിച്ചിരിക്കുക എന്നുള്ളത്. ഇതൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ലോകകപ്പ് ടീമിൽ അങ്ങനെ ഇടം പിടിച്ചത് ദക്ഷിണാഫ്രിക്കെതിരെ നിർണായക അവസാന മത്സരത്തിൽ അദ്ദേഹം ആ കളിച്ചതുകൊണ്ട് മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കണക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അട്ടപ്പെട്ടവനെ പോലെയോ രോഹിത് ശർമ്മയെ പോലെയോ ഇനിയുള്ള അവസരങ്ങളെങ്കിലും കളിക്കട്ടെ. ലോകകപ്പ് വലിയൊരു വേദി മുന്നിൽ നിൽക്കുന്ന സമയത്ത് പ്രതിഭാധാരാളിത്തം ഒരുപാടുള്ള ഇന്ത്യൻ ടീമിൽ പെട്ടെന്ന് ഇനി ഇത്രയും ഫോം ഔട്ടായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ അപ്പുറത്ത് നല്ല ഫോമിൽ നിൽക്കുന്ന ആളുകൾ, തിലക് വർമ്മ വരുന്ന സമയത്ത് തിലക് വർമ്മയെ പുറത്തിരുത്തിയിട്ട് ഒരു ഓപ്ഷനായി സഞ്ജുവിനെ പരിഗണിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ക്രിക്കറ്റാണ്. ക്രിക്കറ്റിൽ നമ്മളിപ്പം ഈ ഒരുപാട് വർഷങ്ങളൊരു ഇടവേളക്ക് ശേഷം പോലും തിരിച്ചു വിളിക്കപ്പെടുന്ന താരങ്ങളുണ്ട്. നമ്മൾ അതുപോലെ ഒരുപാട് തിരിച്ചുവരവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഫവാദ് ആലം എന്ന് പറഞ്ഞൊരു പ്ലെയർ, അദ്ദേഹം 2007 ലോകകപ്പൊക്കെ കളിച്ചൊരു പ്ലെയറാണ്. പിന്നെ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത് 2019-20 സമയത്താണ്. അത് 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഈ പാകിസ്ഥാൻ അവരുടെ ദേശീയ ടീമിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. അതായത് ആ സമയത്ത് ഈ 12 വർഷത്തിനുള്ളിൽ ഫിലാൻഡർ എന്നുള്ളൊരു താരത്തിൻ്റെ കരിയർ മൊത്തം അവസാനിച്ചു. അദ്ദേഹം 10-300 വിക്കറ്റൊക്കെ നേടിയിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചു. സ്റ്റീവ് സ്മിത്ത് അദ്ദേഹം അവസാനം കളിക്കുന്നതിൻ്റെ സമയത്ത് സ്റ്റീവ് ഇതൊന്നും സെഞ്ചുറി അടിച്ചിരുന്നില്ല, രോഹിത് ശർമ്മ സെഞ്ചുറി അങ്ങനെ അടിച്ചിരുന്നില്ല. അപ്പം എന്നിട്ട് അത്ര വർഷത്തിന് ശേഷം തിരിച്ചു വിളിക്കപ്പെട്ട താരങ്ങളുണ്ട്, അതിനുശേഷം ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത താരങ്ങളുണ്ട്. അപ്പോൾ സഞ്ജു എന്നുള്ളത് ആക്ച്വലി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഇന്നിങ്സ് എവേ ആണ്. അതായത് അദ്ദേഹത്തിന് ഫോം ഔട്ടാണ്, നല്ലൊരു മത്സരം കളിച്ചാൽ മതി. പക്ഷേ സ്റ്റാറ്റിക്സ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം വന്നിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് 2020. 5 കളികളിൽ നിന്ന് 253 റൺസ്. അതാണ് ഒരു രാജ്യത്തിനെതിരെ നേരിട്ടുള്ള ഏറ്റവും ബെറ്റർ. അതേസമയം ഓസ്ട്രേലിയക്കെതിരെ 5 കളികൾ നേടിയിട്ട് 50 റൺസാണ് 4 ഇന്നിങ്സിൽ നിന്ന്. ഇംഗ്ലണ്ടിനെതിരെ 5 കളികൾ എങ്കിൽ പോലും അവസരങ്ങളുടെ കഥയാണ് പറയുന്നത്. ഓസ്ട്രേലിയക്കെതിരെ 5 കളികളിൽ നിന്ന് 50 റൺസാണ്, ഇംഗ്ലണ്ടിനെതിരെ 5 കളികളിൽ നിന്ന് 51 റൺസാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആ സീരീസിൽ 2 ഡക്ക് ഉണ്ട് ആലോചിക്കണം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. പക്ഷേ സഞ്ജു തിരിച്ചു വരും തന്നെയാണ് എൻ്റെ. അതെ, ന്യൂസിലൻഡിനെതിരെ 7 കളിയിൽ നിന്ന് 50 റൺസ്, ഇന്നത്തെ 56 റൺസ് ആയിട്ടുണ്ടാകും ആറ് കൂടെ. ശ്രീലങ്കയ്ക്കെതിരെ 11 കളികളിൽ നിന്ന് 141 റൺസ്, വെസ്റ്റ് ഇൻഡീസിനെതിരെ 7 കളികളിൽ നിന്ന് 5 ഇന്നിങ്സിൽ 77 റൺസ്. ബംഗ്ലാദേശിനെതിരെ തന്നെ പിന്നെ ഒരു സ്കോർ വന്നിട്ടുള്ളത് 4 കളികളിൽ നിന്ന് 159 റൺസ്. ഇതാണ് സഞ്ജുവിൻ്റെ സ്റ്റാറ്റിക്സ് അഗെയിൻസ്റ്റ്
ഓർഗനൈസ്ഡ് ടീംസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടീമുകളൊക്കെയാണ് എതിരാളികളായിട്ട് ലോകകപ്പിൽ വരുന്നത് എന്നുള്ളതാണ്. ആദ്യ റൗണ്ടിലെ പോരാട്ടം നമ്മൾ സൂചിപ്പിക്കുന്ന അമേരിക്കയും നമീബിയയും അടക്കമുള്ള ടീമുകൾ കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ 8-ൽ വരാൻ പോകുന്നത് ഈ ടീമുകളൊക്കെ തന്നെയാണ്. അവിടെയും ഈ പ്രശ്നമുണ്ട്. ഈ ടീമുകൾക്കെതിരെ എങ്ങനെ സഞ്ജു പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമുക്ക് അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൽ കൂടുതലായിട്ട് നമുക്ക് എന്താണ് ഹാരിസ് ഈ മത്സരത്തെ ഈ പരമ്പരയെക്കുറിച്ച് ആഡ് ഓൺ ചെയ്യാനുള്ളത്? പ്രത്യേകിച്ച് ഇനി ഈ ബോളിങ്ങിലെ പിന്നെ പ്രതിസന്ധികൾ നമ്മൾ കഴിഞ്ഞ മത്സരം മുതൽ തന്നെ പിന്നെ ഭയങ്കരമായി ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഇപ്പോൾ ഹർഷിത് റാണയെ നമുക്കൊരു ഒരു ഒരു ഭയങ്കര ഓപ്ഷനായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ജസ്പ്രീത് ബുംറയിൽ മാത്രം നമ്മൾ വിശ്വാസം അർപ്പിച്ച് എത്ര കാലം പോകും. ജസ്പ്രീത് ബുംറ ചില സമയങ്ങളിൽ ഇങ്ങനെ അടികൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ ജസ്പ്രീത് ബുംറയെ മാറ്റിയൊരു പരീക്ഷണത്തിന് മുതിരാൻ സാധിക്കില്ല എന്നുള്ള റിയാലിറ്റിയായി കിടക്കുന്ന സമയത്ത് തന്നെ ഹർഷിത് റാണ, ഹർഷദീപ് സിംഗ് അടക്കമുള്ള പിന്നെ ആളുകളുടെ ഫോം നമുക്ക് പിന്നെ ഈ പരമ്പരയിൽ പിന്നെ ലോകകപ്പിൽ നിർണായകമാകും എന്നുള്ളതാണ്. അവിടെയാണ് വരുൺ ചക്രവർത്തിയുടെ കൺസിസ്റ്റൻസി നമുക്ക് ഉപകരിക്കുക. അക്ഷർ പട്ടേൽ നന്നായി ഡെലിവറി ചെയ്യും എന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് റിങ്കു സിംഗിന് ഓവർ കൊടുത്തിട്ടുണ്ട്. അഭിഷേക് ശർമ്മയ്ക്ക് ഓവർ കൊടുത്തു, റിങ്കു സിംഗ് വിക്കറ്റ്. ആ മത്സരത്തിൽ പിന്നെ നിരന്തരമായി നമ്മുടെ പ്രധാനപ്പെട്ട സുപ്രധാന ബോളർമാരൊക്കെ അടികൊള്ളുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് നമ്മൾ അവസരം കൊടുത്തില്ല, ബോളിങ്ങിന് അവസരം കൊടുത്തില്ല. പിന്നെ ശിവൻ ദൂബയ്ക്കും അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ നമുക്ക് വിശ്വാസം കുറച്ചുകൂടി ബോളർമാർ പിന്നെ നന്നായി ഡെലിവറി ചെയ്യുക എന്നുള്ളത് കൂടി T20 ലോകകപ്പിൽ നമ്മുടെ വിജയത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കിരീട പോരാട്ടത്തിലേക്കുള്ള യാത്രയിൽ നിർണായകമാകുമെന്ന് തോന്നുന്നു. ആരായിരിക്കും വെല്ലുവിളിയാകാൻ സാധ്യതയുള്ളത് ഇന്ത്യക്ക്? ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു സ്ട്രെങ്ത് നോക്കുമ്പോൾ ഓസ്ട്രേലിയ തന്നെയായിരിക്കും സാധ്യത. കാരണം ഓസ്ട്രേലിയ ഒരു നല്ല ടീമാണ്. പിന്നെ വേറെ ഏത് ടീമാണ് ഉള്ളത്? ഇപ്പം ഇംഗ്ലണ്ട് പിന്നെ വളരെ ദയനീയമായിട്ടാണ് കളിക്കുന്നത്. പാകിസ്ഥാന്റെ അവസ്ഥ നമുക്ക് ഇവരെല്ലാവരും ഇന്ത്യയെ വന്ന് പരമ്പര തോറ്റവരാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ ലോകകപ്പ് ആകുമ്പോൾ ഇവരൊക്കെ ഒരു വർദ്ധിത വീര്യത്തോടെ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 2003 ഏകദിന ലോകകപ്പിൻ്റെ തൊട്ട് മുമ്പ് ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ 99 റൺസിനൊക്കെ ടെസ്റ്റിൽ അടിയറവ് പറഞ്ഞതും ആ സീരീസിൽ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടൊരു ഇതായിരുന്നു. പക്ഷേ ലോകകപ്പിലേക്ക് വന്നപ്പോൾ അവർ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ന്യൂസിലാൻഡ് ഇവിടെ 4-1 തോറ്റിട്ടുണ്ടെങ്കിലും ലോകകപ്പിൽ ഒരു കറുത്ത ശക്തികളാകാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിലൊന്ന് ന്യൂസിലാൻഡാണ്. മേ ബി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ രണ്ട് ടീമുകളാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറ്റവും വെല്ലുവിളി നൽകാൻ സാധ്യതയുള്ള ടീം. മറ്റു ടീമുകളൊക്കെ അത്ര വലിയ ശക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊന്നും ദക്ഷിണാഫ്രിക്ക വിൻഡീസിനെതിരെ സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഡീകോക്കും റിക്കിൾട്ടണൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കര ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭീഷണി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും ഇന്ത്യയിൽ വന്ന് സമീപകാലത്ത് കളിച്ചു. ഇന്ത്യയുടെ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ ടീം സ്ട്രെങ്ത് മനസ്സിലാക്കി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂസിലൻഡിനും ഒരു ദക്ഷിണാഫ്രിക്കയും ലോകകപ്പിൽ ഇന്ത്യക്ക് വെല്ലുവിളിയാവുന്ന നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഈ 3 ടീമുകൾ ഒരു സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക ഈ 4 ടീമുകളാണ് എൻ്റെ ഒരു ഇത്. എന്താണ്? തീർച്ചയായിട്ടും അല്ല, ഞാൻ ചോദിക്കുകയായിരുന്നു. എൻ്റെ ഒരു സാധ്യത അത് തന്നെയാണ്. എന്തായാലും ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പര ഇന്ത്യ 4-1 സ്വന്തമാക്കി എന്നുള്ളതാണ്. നമുക്ക് ഈ ചർച്ചയിൽ ഉടനീളം പറഞ്ഞതുപോലെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതിഹാസ താരങ്ങളെപ്പോലെ അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ T20 ലോകകപ്പിലൂടെ അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചുവരവുണ്ടാകട്ടെ എന്നും ഓർക്കുന്ന ഒരു ഇന്നിങ്സോടുകൂടി ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അതുവഴി അദ്ദേഹം ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പോരായ്മകളെയും പൊളിച്ചെഴുതട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ടാക്ടിക്സിൽ മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.